നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നടന്ന ചില മത്സരങ്ങളുണ്ടായിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ മത്സരങ്ങളുണ്ട്. ബ്രസീലിൻ്റെ മത്സരം ഉണ്ടായിരുന്നു, ഖത്തറും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നു. അങ്ങനെ ചില മത്സരങ്ങളുണ്ടായിരുന്നു. ഒപ്പം ഇന്നിനി നടക്കാൻ പോകുന്ന മത്സരങ്ങളുണ്ട്. അങ്ങനെ ജർമ്മനിയുടെ മത്സരം വരാനിരിക്കുന്നുണ്ട്, നെതർലൻഡ്സിൻ്റെ മത്സരം വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ഓരോ ദിവസവും കഴിയുമ്പോഴും മത്സരങ്ങളിങ്ങനെ സജീവമാവുകയാണ്. പ്രധാന ടീമുകളൊക്കെ കളത്തിലേക്ക് ഇറങ്ങുകയാണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നലത്തെ ഒരു പ്രധാന മത്സരത്തിൽ നിന്ന് തുടങ്ങാം. ഇന്നലത്തെ പ്രധാന മത്സരം എന്ന് പറയുന്നത് ബ്രസീലിൻ്റെ മത്സരമായിരുന്നു. ബ്രസീൽ മൊറോക്കോ മത്സരമായിരുന്നു ഇന്നലത്തെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത്. പുലർച്ചെ നടന്നൊരു മത്സരമാണ്. അത്യന്തം ആവേശം നിറഞ്ഞു നിന്ന ആരാധകർക്കൊക്കെ വലിയ ആവേശമായിരുന്നുവെങ്കിലും പക്ഷേ മത്സരത്തിൽ ബ്രസീലിൻ്റെ ഭാഗത്ത് അത്തരത്തിലൊരു വലിയ ആവേശമൊന്നും കണ്ടില്ല എന്ന് പറയാം. കാരണം മത്സരം തുടങ്ങിയപ്പോൾ മുതൽ ആദ്യ 30 മിനിറ്റിൽ വ്യക്തമായി മൊറോക്കോ ആധിപത്യം സ്ഥാപിക്കുന്ന കാഴ്ച. 21-ാം മിനിറ്റിൽ സൈബിയറുടെ വക ആദ്യ ഗോൾ മൊറോക്കോയ്ക്ക് അനുകൂലമായി പിറന്ന ഒരു കാഴ്ച നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചു. അതായത് മത്സരത്തിന് 21-ാം മിനിറ്റിൽ തന്നെ മൊറോക്കോ തങ്ങളുടെ ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അധികം വൈകിയില്ല. 31-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിലൂടെ ബ്രസീൽ തിരിച്ചടിച്ചു. അങ്ങനെ മത്സരം 1-1. ആ 1-1 എന്ന പോയിന്റിൽ തന്നെ മത്സരം അവസാനിക്കുന്ന ഒരു കാഴ്ച. ബ്രസീലിൻ്റെ ഭാഗത്തു നിന്ന് കുറേയൊക്കെ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കുറേയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ബ്രസീലിന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം മിഡ്ഫീൽഡിലെ ഒരു ബാലൻസിൻ്റെ പ്രോബ്ലം, ഒപ്പം ഡിഫൻസിലെ പൊസിഷൻ ഇഷ്യൂസ്, അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ബ്രസീലിൻ്റെ ഭാഗത്തുണ്ട്. മൊറോക്കോയിലേക്ക് വന്നാൽ മൊറോക്കോ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്ന് പറയാം. അതായത് ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പിഴവുകൾ അത് കൃത്യമായി മൊറോക്കോ മുതലാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു ഹൈ പ്രസ് ഗെയിം, ഒപ്പം ക്വിക്ക് ട്രാൻസിഷൻ, അത് തന്നെയാണ് മൊറോക്കോയെ എടുത്തു പറയേണ്ട കാര്യം. ഹക്കിമിയും ഡയസും ചേർന്നുള്ള ഒരു ആക്രമണം അത് മത്സരത്തിൻ്റെ ആകെ ഫലത്തെ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. അത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ളൊരു മത്സരം തന്നെയായിരുന്നു. അത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 2-1 ബ്രസീൽ ജയിക്കും എന്നായിരുന്നു. പക്ഷേ 1-1 സമനിലയിൽ കലാശിക്കുന്ന ഒരു കാഴ്ച. അതായത് ആദ്യ പകുതിയിൽ പിറന്ന 2 ഗോളുകൾ, ആ 2 ഗോളുകൾ മത്സരത്തിൽ നിർണായകമായി അത് 1-1 സമാപിക്കുന്നു. രണ്ടാം പകുതിയിൽ ഗോളുകളൊന്നും വീണില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ ബ്രസീൽ കുറച്ചുകൂടി അവരുടെ മത്സരം അല്ലെങ്കിൽ കളി കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കും. കാരണം കുറേ കൂടി അൻസലോട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ പകുതിക്ക് ശേഷമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതിനുശേഷമുള്ള പ്രകടനം ഒക്കെ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ടു. ആകെ വിനീഷ്യസ് ജൂനിയറിൽ നിന്ന് മാത്രം, വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ്, താരത്തിൻ്റെ ഒരു കൃത്യമായ പ്രകടനം, അത് എന്തായാലും മത്സരത്തിൽ നിർണായകമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം കാർഡുകളാണ്, 2 കാർഡുകളാണ്. 37-ാം മിനിറ്റിൽ കാസ്മറോയ്ക്കും 43-ാം മിനിറ്റിൽ ഇബാനസിനും ഓരോ കാർഡുകൾ ലഭിച്ചു. അതാണ് മത്സരത്തിലെ കാർഡുകൾ സംബന്ധിച്ചുള്ള കാര്യം. ഇനി ഇന്നലെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം, അതും 1-1 സമനിലയിൽ പിരിഞ്ഞ ഒരു മത്സരമായിരുന്നു. അത് ഖത്തറും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു. മികച്ച മത്സരം എന്നൊക്കെ പറയാൻ സാധിക്കുമെങ്കിലും ഒരുപക്ഷേ മത്സരത്തിൻ്റെ 68% പൊസിഷനും പന്ത് കൈവശം വെച്ചത് 68% പന്ത് കൈവശം വെച്ചത് സ്വിറ്റ്സർലൻഡ് ആയിരുന്നു എന്ന് പറയാം. ബാക്കിയുള്ള 32% മാത്രമാണ് ഖത്തറിൻ്റെ കയ്യിൽ പന്ത് ഉണ്ടായിരുന്നത്. 25 ഷൂട്ടുകൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഖത്തറിനെതിരെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് 7 ഷൂട്ടുകൾ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല ഫുട്ബോൾ എന്ന് തെളിയിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേതെന്ന് പറയാൻ സാധിക്കും. കാരണം 68% പന്ത് കൈവശം വെച്ചിട്ട് പോലും സ്വിറ്റ്സർലൻഡിന് വിജയിക്കാൻ ആയില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ഗോൾ സ്വിറ്റ്സർലൻഡിൻ്റെ വക ആയിരുന്നു. ആദ്യ ഗോൾ സ്വിറ്റ്സർലൻഡ് നേടി, മത്സരത്തിൽ ലീഡ് നേടി, വ്യക്തമായൊരു ലീഡ് നേടി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മത്സരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മത്സരം അത് ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഒരു 15 ഓവറൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ധാരണ കിട്ടും. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഏകദേശം ഒരു ധാരണ മത്സരഫലത്തെ സംബന്ധിച്ച് ഒക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഫുട്ബോളിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് അവസാന മിനിറ്റുകൾ, അവസാന സെക്കൻഡുകൾ വരെയൊക്കെ, ക്രിക്കറ്റിൽ പൂർണ്ണമായി അങ്ങനെയല്ല, അവസാന പന്ത് വരെ പോകുന്ന മത്സരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ഫുട്ബോളിൽ നമുക്ക് അവസാന മിനിറ്റ് വരെ കാത്തിരിക്കണം മത്സരഫലത്തെ അറിയാൻ, അല്ലെങ്കിൽ കൃത്യമായൊരു മത്സരഫലം മനസ്സിലാക്കാൻ. ഏത് സമയവും മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറിയൊക്കെ ഉണ്ടാകും എന്നൊരു കാര്യം ഫുട്ബോളിലുണ്ട്. അത്തരത്തിലൊന്നു തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. കാരണം 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലാണ് ഖത്തർ സമനില ഗോൾ നേടുന്നത് എന്നുള്ളതാണ്. അതായത് 94-ാം മിനിറ്റിലാണ് ഖത്തറിൻ്റെ ഒരു ഗോൾ പിറക്കുന്നത്. അതായത് സ്വിറ്റ്സർലൻഡ് അതുവരെ 90 മിനിറ്റ്, അതായത് നോർമലി മത്സരം തീരുന്ന സമയം വരെ സ്വിറ്റ്സർലൻഡ് ഉറപ്പിച്ചിരുന്നു വിജയം. 3 പോയിൻ്റ് ഗ്രൂപ്പിൽ
ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്തുക. കാരണം കാനഡ അടക്കമുള്ള ടീമുകളുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ആ ഗ്രൂപ്പിൽ ആദ്യ മാച്ചും കാനഡയുടെ മാച്ചും സമനിലയിൽ പിരിയുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം 3 പോയിൻറ്റോടുകൂടി വിജയിച്ച് ഗ്രൂപ്പ് ഇപ്പോഴേ ആദ്യ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ടോപ്പിലെത്താം. പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടി അനായാസമാകും കാര്യങ്ങൾ എന്നുള്ള ഒരു പ്രതീക്ഷ സ്വിറ്റ്സർലൻഡിന് 90 മിനിറ്റ് വരെ, 93 മിനിറ്റ് ഇഞ്ചറി ടൈമിൻ്റെ 3 മിനിറ്റ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ 94-ാം മിനിറ്റിൽ ഖത്തർ അവിടെ ഒരു സമനില നേടുകയുണ്ടായി. ഇതോടുകൂടി ആ ഗ്രൂപ്പ് കൂടുതൽ ടൈറ്റ് ആവുന്നൊരു കാഴ്ച. കാരണം എല്ലാ ടീമിനും ഓരോ പോയിൻ്റ് വീതം ലഭിക്കുന്നു. 2 മത്സരവും സമനിലയാവുന്നൊരു കാഴ്ച നമ്മൾ എന്തായാലും കണ്ടു. അപ്പം ഇനി അങ്ങോട്ടുള്ള ഗ്രൂപ്പിലെ മത്സരങ്ങളൊക്കെ കൂടുതൽ കടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയും മുൻപോട്ടുള്ള യാത്രകൾക്ക് ടീമുകൾക്ക് വിജയം അനിവാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിലെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ കടുത്ത മത്സരങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. ഇനിയൊരു ടാക്റ്റിക്കൽ അനലൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു ബോൾ കൺട്രോൾ, സെറ്റ് പീസ്, അതിലൊക്കെ സ്വിറ്റ്സർലൻഡ് കൃത്യമായ ഒരു ആധിപത്യം പുലർത്തിയിരുന്നു. പക്ഷേ ഫിനിഷിങ്ങിലെ പിഴവുകൾ അത് സ്വിറ്റ്സർലൻഡിനെ വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്ന് പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോട്ടുകളുടെ എണ്ണം നോക്കിയാൽ 25 ഷോട്ടുകൾ സ്വിറ്റ്സർലൻഡ് ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 68% പന്ത് കൈവശം വെച്ചത് സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. 9 കോർണറുകളും അവർക്ക് അനുകൂലമായി ലഭ്യമാകുന്നൊരു സാധ്യതയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അതൊരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മത്സരം തങ്ങൾക്ക് പൂർണ്ണമായി അനുകൂലമാക്കാൻ സ്വിറ്റ്സർലൻഡിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഈ ഇത്രയും കോർണറുകളും അല്ലെങ്കിൽ 25 ഷോട്ട്, 68% പന്ത് കൈവശം വെക്കുക, ഇതൊക്കെ ഒരു ഫിനിഷിങ്ങിൽ കൃത്യമായൊരു പ്ലാനിങ് അല്ലെങ്കിൽ കൃത്യമായൊരു ഫിനിഷിങ് നടക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഗോളുകളുടെ എണ്ണം കൂടാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ കൂടുതൽ ഗോളുകൾ പിറക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു അനിവാര്യമായ 3 പോയിൻ്റ് സ്വന്തമാകുമായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. ഒപ്പം ഇനി ഖത്തറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫെൻസീവിലെ ഒരു ഡിസിപ്ലിൻ എന്തായാലും കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയധികം അറ്റാക്ക് ഉണ്ടായിട്ടും അതിനെ ഒരു പ്രതിരോധിക്കാൻ ഖത്തറിൻ്റെ പ്രതിരോധ നിരയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒപ്പം ഈ ലാസ്റ്റ് മിനിറ്റിലെ ഫൈറ്റ് ബാക്ക് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അവസാനം മിനിറ്റുകൾ പോലും മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി കാണിച്ചൊരു ഫൈറ്റ് ബാക്ക്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു സമനില നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ബിയിൽ ഒരു ഒരു ഓപ്പൺ ചലഞ്ചിലേക്കൊക്കെ 4 ടീമുകൾക്കും സാധ്യതയിലേക്കൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കാരണം ഇനി എല്ലാ ടീമുകൾക്കും ഇനിയുള്ള മത്സരം വിജയിക്കുന്നതിന് ഉറച്ച വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഇനി എല്ലാ ടീമുകളും വരുന്ന മത്സരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്.